സാധാ ഡ്രസ്സിന്റെ കൂടെ ഇടുന്നത് പോലെ കുഞ്ഞു കമ്മലൊന്നും ഇടാതെ അതിൽ നിന്ന് വലുതൊന്നും എടുത്തിടണം. ഈ ഡ്രസ്സിന്റെ കൂടെ അതൊക്കെയാ കാണാൻ ഭംഗി. ഞാൻ താഴേക്ക് പോയേക്കാം, നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പു വേഗം ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് കട്ടിലിൽ വെച്ചു. ചേച്ചിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇട്ടോ, ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല, സോ എനിക്കറിയില്ല ഏതാണ് ഇടേണ്ടതെന്ന്. ഞാൻ മാച്ച് ആകുന്നത് നോക്കി ഇട്ട് തരട്ടെ, ചേച്ചി ഇവിടെ ഇരിക്കെ. അപ്പു ചെവിയിലുണ്ടായിരുന്ന കുഞ്ഞു കമ്മൽ അഴിച്ചെടുത്ത് ജിമിക്ക് ഇട്ടു. കഴുത്തിലുള്ള മാല അഴിക്കാതെ തന്നെ കുറച്ച് വലിയൊരു മാലയും ഇട്ടു. രണ്ട് കൈയിലും ഓരോ സ്വർണ്ണവളകളും ഇട്ടുകൊടുത്തു. അരയിൽ വീതി കുറഞ്ഞ ഒരു അരപ്പട്ട കൂടി കെട്ടി. ഇനി ഒന്ന് കണ്ണാടി നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ലുക്ക് ലൈക്ക് ദിസ്, എവരിബഡി വിൽ ബി ഷോക്ക്ഡ്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, അപ്പു റെഡിയാവും, എന്നിട്ട് നമുക്ക് താഴേക്ക് പോവാം. അജു എന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പു, സത്യം പറയൂ, എന്റെ അജുവിനെ ശരിക്കും ഇഷ്ടമല്ലേ? പിന്നെന്താ അവനോട് പറയാത്തത്? ഞാൻ അജുവേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള സ്നേഹവും കെയറിങ്ങും കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതിൽ എന്നെ കൂടെ കൂട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് പറയണേ എന്നുള്ള ഒരിത്. കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് പറയാമെന്ന് കരുതി. എന്നിട്ട് എന്തായി തീരുമാനം? നിങ്ങളുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. ഐ എം സോ ഹാപ്പി. ഞാൻ റെഡി. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയായിട്ടുണ്ട്. വാ നമുക്ക് താഴേക്ക് പോവാം. രണ്ടാളും കൂടി താഴേക്ക് വരുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അജു, നീ എങ്ങനെയാ ഈ മുണ്ടൊക്കെ ഉടുത്തത്? മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്ന അജുവിനെ കണ്ടപ്പോൾ നച്ചുവിന് ശരിക്കും ഞെട്ടലായിരുന്നു. ബ്ലൂ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു അജുവിന്റെ ഡ്രസ്സ്. ഞാൻ അന്നേ പപ്പയെ കണ്ടപ്പോ പറഞ്ഞതല്ലേ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. നീ എന്താന്ന് പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സാണെന്ന് ആന്റി പറഞ്ഞുകൊണ്ടല്ലേ. ഇന്ന് നച്ചുമോൾ ശരിക്കും സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? നന്ദിനിയുടെ ചോദ്യത്തിന് മുത്തശ്ശൻ നച്ചുവിനെ ചേർത്ത് നിർത്തിയാണ് മറുപടി പറഞ്ഞത്. ഇങ്ങനെ കാണുമ്പോൾ കല്യാണ പെണ്ണിനെ പോലെയുണ്ട്. പപ്പ എങ്ങനെയുണ്ട്? എന്റെ നച്ചു എന്ത് ഡ്രസ് ഇട്ടാലും സുന്ദരിയാണല്ലോ. എന്നാലും ഈ ഡ്രസ്സിൽ അമ്മ പറഞ്ഞ പോലെ ശരിക്കും വധുവിനെ പോലെയുണ്ട്. ഇപ്പൊ ഒരു വരനെ കിട്ടിയ വേണമെങ്കിൽ കല്യാണം നടത്താം. നന്ദൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിവ ഇറങ്ങി വന്നത്. റെഡ് ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് അവന്റെ വേഷം. എല്ലാവരും അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. നന്ദൻ പറഞ്ഞതും ഇവർ രണ്ടാളുടെയും ഡ്രസ്സും കണ്ടപ്പോൾ ഒരു നിമിഷം എല്ലാവർക്കും എന്തൊക്കെയോ തോന്നി. നാൻസിയും നന്ദിനിയും പരസ്പരം ഒന്ന് നോക്കി. അജുവിന്റെയും ശിവയുടെയും ഡ്രസ്സ് തമ്മിൽ മാറിപ്പോയി. ഞാൻ അപ്പുവിന്റെ ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ അവിടെ ഒരു പാക്കറ്റ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. ഞാൻ ഇന്നലെ കൊണ്ടുവന്നപ്പോ തന്നെ അജുവിന് കൊടുത്തിരുന്നു. ഒരേ പാക്കറ്റ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. നച്ചുവും അജുവും എപ്പോഴും ഒരുപോലെയുള്ള ഡ്രസ്സല്ലേ ഇടാറ്. അതാ അവർക്ക് ഒരേ കളർ എടുത്തത്. അപ്പുവിന്റെ സെയിം കളർ ശിവയ്ക്കും എടുത്തു. സാരമില്ല ആന്റി, എനിക്കും ശിവയ്ക്കും സെയിം സൈസാണ് ഷർട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തിരുമേനി വിളിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹായമെന്ന് പറഞ്ഞത്. ഓരോരുത്തരായി പുറത്തേക്ക് നടന്നു. ലാസ്റ്റിലുണ്ടായിരുന്ന നച്ചുവിനെ ശിവ പതിയെ ഒന്ന് പിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചു. ദൈവം പോലും എന്റെ കൂടെ ആണെന്ന് തോന്നുന്നു. അതല്ലേ നിനക്ക് മാച്ചായി എടുത്ത ഡ്രസ്സ് എനിക്ക് കിട്ടിയത്? പിന്നെ ദൈവത്തിനിപ്പോ ഡ്രസ്സ് മാച്ച് ആക്കലാണല്ലോ പണി. നിനക്ക് എല്ലാത്തിനും പുച്ഛമാണല്ലോ. ഇയാൾക്ക് പിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മതി എന്നെ നന്നാക്കുന്നത്. വെറുതെ അടി കൊടുത്ത് അടി വാങ്ങി. ശിവയുടെ ആത്മ. പുറത്ത് തിരുമേനി കുറച്ച് സഹായികളും നിൽക്കുന്നിടത്തേക്ക് എല്ലാവരും നടന്നു. പപ്പയും അജു എന്റെ കൂടെ തന്നെ നിൽക്കണേ. മോള് മുന്നോട്ട് വന്ന് ഈ വിളക്ക് കത്തിച്ച് കയ്യിലെടുത്ത് കാവിലേക്ക് നടക്ക്. നച്ചി വേഗം മുന്നോട്ട് വന്ന് തിരുമേനി പറഞ്ഞതുപോലെ വിളക്കും എടുത്ത് മുന്നിലേ നടന്നു. അവളുടെ പിറകെ തന്നെ ബാക്കിയുള്ളവരും പോയി. പ്രാർത്ഥിച്ച് കാവിൽ വിളക്ക് കൊളുത്തിക്കോളും. നച്ചുവിനൊന്നും പ്രാർത്ഥിക്കാനില്ലാതിരുന്നതിനാൽ എല്ലാം നല്ല രീതിയിലാവട്ടെ എന്നും പ്രാർത്ഥിച്ച് അവൾ അവിടെയുള്ള വിളക്കിലേക്ക് അഗ്നി പകർന്നു. പിന്നെ അവിടെയുള്ള കുഞ്ഞു വിളക്കുകളെല്ലാം അവൾ തന്നെ കൊളുത്തിവെച്ചു. ഇനി സൂക്ഷിച്ച് നാഗത്തറയിൽ കൂടി വിളക്ക് വെക്കാം. അത് കേട്ടതോടെ നച്ചുവിന്റെ കൈ ചെറുതായി ഒന്ന് വിറച്ചു. ചെറുപ്പം മുതൽ പാമ്പിന്റെ പിക്ചേഴ്സ് കാണുന്നത് പോലും അവൾക്ക് ചെറുതായിട്ട് പേടിയായിരുന്നു. എന്നാൽ വലുതായപ്പോ അതൊക്കെ മാറി എന്നായിരുന്നു അവളുടെയും ധാരണ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ? ബാക്കി എല്ലാവരും ഇവിടെ നിൽക്ക്. മോള് പോയി വിളക്ക് വെച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കടക്കാനുള്ള അനുമതി നാഗങ്ങൾ നൽകിയിട്ടുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ് പപ്പ. എല്ലാവർക്കും ഒന്നും ചെയ്യാതെ നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തിരുമേനി, മോൾക്ക് പേടിയാണെങ്കിൽ ആരെങ്കിലും കൂടെ പോകാൻ. നന്ദന്റെ വാക്ക് കേട്ടപ്പോൾ തിരുമേനി ശാന്തനായി പറഞ്ഞു. എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അനന്തന്റെ പുനർജന്മമായ ആൾക്ക് മാത്രമേ നക്ഷത്ര അല്ലാതെ അങ്ങോട്ട് കയറാൻ അനുമതിയുള്ളൂ. അതാരാണെന്ന് നമുക്കറിയാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരുമേനി എന്ന് പറഞ്ഞില്ലേ, ഈ തറവാട്ടിൽ തന്നെ ലക്ഷ്മിയും അനന്തനും പുനർജനിക്കൂ എന്നാണെന്നും അത് ശിവ ആകാനാണ് ചാൻസ് എന്നും. അതിന് ഉറപ്പൊന്നുമില്ല നന്ദ. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതല്ലേ. മാമൻ ഇപ്പൊ എന്താ പറഞ്ഞത്? ശിവ മോനെ, അത്
അന്ന് തിരുമേനി തന്നോടും അച്ഛനോടും പറഞ്ഞ സംശയം നന്ദ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. ഞാൻ നക്ഷത്രയോടൊപ്പം നാഗത്തറയിൽ വിളക്ക് വെക്കാം. പക്ഷെ ശിവ, അത് വേണോ? എനിക്ക് പേടിയൊന്നുമില്ല. നച്ചുവിന് എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ പേടിയാണല്ലോ. എന്റെ കൂടെ വരാൻ നക്ഷത്രയ്ക്ക് ഭയമുണ്ടോ? നച്ചു എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അജുവിനെ നോക്കി. അവൻ അവൾക്ക് നേരെ 2 കണ്ണുമൊന്ന് ചിമ്മി കാണിച്ചു. ശിവയോടൊപ്പം ഞാൻ ഓക്കെയാണ് പപ്പ. തനിക്ക് വേണ്ടി ശിവ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് നച്ചുവിന് വല്ലാത്തൊരു സന്തോഷം നൽകി. പക്ഷെ അനന്തന്റെ പുനർജന്മം ശിവയല്ലെങ്കിൽ നാഗത്താന്മാർ അവനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയവും അവൾക്കുണ്ടായിരുന്നു. എല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ടും ശിവ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തടയില്ല ശിവ. രണ്ടാളും ധൈര്യമായി പോയി വാ. അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് നടന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നാലാണ് നാഗത്തറ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണെന്ന്. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് തിരുമേനി ബാക്കിയുള്ളവരോടായി ഇത് പറഞ്ഞത്. എല്ലാവരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. അങ്ങ് എന്താ ഉദ്ദേശിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ പത്മനാഭ, നമ്മളായിട്ട് അവരെ ഒന്നിപ്പിക്കാൻ ഒന്നും ചെയ്യേണ്ട എന്ന്. അവർ സ്വയം തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിക്കുമെന്ന്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നക്ഷത്രയ്ക്ക് ഭയമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശിവ തന്റെ സുരക്ഷ നോക്കാതെ കൂടെ പോകാൻ തയ്യാറായത്. തന്റെ പ്രണയത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മറ്റേയാൾ തയ്യാറാവും. ഇവിടെ അത് തന്നെ നടന്നില്ലേ? ഇപ്പൊ എനിക്ക് ഉറപ്പാണ് അനന്തന്റെ പുനർജന്മം ശിവ തന്നെയാണ്. നച്ചു വിളക്കണഞ്ഞു പോകുമോ എന്നുള്ള പേടി കാരണം വളരെ പതുക്കെയാണ് നടക്കുന്നത്. അത് കാരണം ശിവയെ അവളുടെ കൂടെ തന്നെ നടന്നു. അതെ, തനിക്ക് പേടിയില്ലേ? എന്തിന്? തിരുമേനി പറഞ്ഞില്ലേ അനന്തന്റെ പുനർജന്മം അല്ലാത്ത ആൾ നാഗത്തറയിൽ എന്റെ കൂടെ കയറിയ നാഗങ്ങൾ ഉപദ്രവിക്കുമെന്ന്. നീ ലക്ഷ്മിയുടെ പുനർജന്മമാണെങ്കിൽ ഞാൻ തന്നെയാണ് അനന്തൻ എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെന്തിനാ പേടിക്കുന്നത്? കോൺഫിഡൻസ് നല്ലതാണ്, ബട്ട് ഇത് ഓവർ കോൺഫിഡൻസ് ആണ്. അത് നിനക്ക് തോന്നുന്നതാണ്. എന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ജീവിതാവസാനം വരെ കൂടെ വേണമെന്ന് തോന്നിയിട്ടുള്ളത് നിന്നെ മാത്രമാണ്. കുറെ ആൾക്കാരോട് ക്രഷ് ഒക്കെ തോന്നിയിട്ടുണ്ട്, ബട്ട് ഇതുപോലൊരു ഫീലിങ്സ് ഫസ്റ്റ് ടൈമാണ്. എന്തുകൊണ്ടാണ് നിന്നോട് മാത്രം ഇങ്ങനെ ഒരു ഫീലിങ്സ് എന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ തമ്മിൽ ഇതുവരെ നല്ല രീതിയിൽ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. വന്ന അന്നു മുതൽ നീ എന്തോ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉള്ളതുപോലെയാണ് എന്നോട് പെരുമാറുന്നത്. അതിന്റെ കാരണം പോലും എനിക്ക് ഇതുവരെ അറിയില്ല. ഇപ്പോഴാണ് നീ എന്നോട് ഇതുപോലെ സംസാരിക്കുകയെങ്കിലും ചെയ്യുന്നത്. താനാണ് ലക്ഷ്മിയുടെ പുനർജന്മം എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നി ഞാനായിരിക്കും അനന്തൻ എന്ന്. അതുകൊണ്ടാണ് എനിക്ക് തന്നോട് ഇഷ്ടം തോന്നുന്നതെന്ന്. നമുക്കൊരാളോട് ഇഷ്ടവും പ്രണയമൊക്കെ തോന്നാൻ ഒരുപാട് സമയമോ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമോ വേണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും നാൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു. ഇപ്പോഴാ മനസ്സിലായി അതൊക്കെ ശരിയാണെന്ന്. ശിവ പറയുന്നതെല്ലാം കേൾക്കുന്നതല്ലാതെ അതിനെ നച്ചു തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയില്ലേ? അതിനുള്ള കാരണമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ശിവയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവന് തന്നോട് ഇതുപോലെ സംസാരിക്കാനോ പെരുമാറാനോ കഴിയില്ലെന്ന് നച്ചുന് നന്നായിട്ട് അറിയാമായിരുന്നു. അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേര് ജീവിതകാലം മൊത്തം ശിവയെ വിഷമിപ്പിക്കാൻ നച്ചുവിന് എന്തോ തോന്നിയില്ല. എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ, ബാക്കി എല്ലാവരോടും നീ സംസാരിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിച്ചതുകൊണ്ടാണ് ഞാനും അവരോട്. ഞാൻ പൊതുവെ അറിയാത്ത ആൾക്കാരോട് അങ്ങോട്ട് കയറി ഓവറായി സംസാരിക്കില്ല. പക്ഷെ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഇല്ല. ശിവ ഇപ്പോഴല്ലേ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. സോ ഞാനും ഇത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആദ്യം കണ്ടപ്പോഴൊന്നും എനിക്ക് ഇത്ര ഇഷ്ടമൊന്നും തോന്നിയില്ല കേട്ടോ. ചെറിയൊരു ക്രഷ് മാത്രമേ തോന്നിയിട്ടുള്ളൂ. സോ ഞാനത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ പറ്റണ്ടേ? എന്തോ ഉള്ളിൽ ഇങ്ങനെ ദിവസം കഴിയുന്തോറും താൻ ഉറച്ചുപോയി. നച്ചു, ദേ അവിടെയാണ് വിളക്ക് വെക്കേണ്ടത്. ശിവ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നച്ചു ഒന്ന് നോക്കി. രണ്ടുപേരും ഒരുമിച്ച് അവിടേക്ക് നടന്നു. അവിടെ കാലെടുത്ത് വെക്കുമ്പോൾ നച്ചു ഒരു ധൈര്യത്തിനെന്നുള്ള ശിവയുടെ കൈകളെ മുറുകെ പിടിച്ചു. തന്റെ കൂടെ ആകുമ്പോൾ അവന് അപകടം ഉണ്ടാകില്ല എന്നൊരു കരുതൽ കൂടിയായിരുന്നു അവൾക്കത്. രണ്ടുപേരും ചേർന്ന് വിളക്കുകൾ തെളിയിച്ചു. അവിടെ ചെറിയ രീതിയിൽ വെളിച്ചം പടർന്നു. രണ്ടുപേർക്കും വലിയ രീതിയിൽ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഞാൻ ചെയ്തുപോയ തെറ്റ് കേട്ട് കഴിയുമ്പോൾ എന്നോട് ക്ഷമിക്കാൻ നക്ഷത്രയ്ക്ക് കഴിയണേ എന്ന് മാത്രമേ ശിവയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ. നച്ചുവിനാണെങ്കിൽ ഒന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല. കണ്ണുകൾ പൂട്ടി വെറുതെ കൈകൂപ്പി നിന്നതേ ഉള്ളൂ അവൻ. എന്നാൽ രണ്ടുപേരെ അതിശയിപ്പിച്ചുകൊണ്ട് കേട്ട ഒരു ശബ്ദം അവരെ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചു. കരിയിലകൾ അനങ്ങുന്നത് പോലെയുള്ളതായിരുന്നു അത്. തങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളയിടത്ത് വേറൊരു സൗണ്ട് കേട്ടതും അവരെ ചെറിയ രീതിയിൽ ഒന്ന് ഭയപ്പെടുത്തിയിരുന്നു. നച്ചു പെട്ടെന്ന് കണ്ണുകൾ തുറക്കാതെ തന്നെ തന്റെ തൊട്ടടുത്തുള്ള ശിവയെ ചേർന്ന് നിന്നു. അവൾ തന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നത് ഭയം കൊണ്ടാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. നച്ചു പേടിക്കാതെ, ഒന്നും ഉണ്ടാവില്ല, മെല്ലെ കണ്ണു തുറക്കാം. രണ്ടാളും ഒരുമിച്ച് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തങ്ങൾ കത്തിച്ചു വെച്ച വിളക്കിനരികിൽ ഒരു കുഞ്ഞു നാഗത്തെയാണ്. ഒരു നിമിഷം കൺമുമ്പിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ പറ്റാതെ രണ്ടാളും പരസ്പരം നോക്കി. ശിവ, ഇത്
ശിവ, ഐ കാൺ ബിലീവ് ദിസ്. ശിവയ്ക്ക് അവളോട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും നാൾ പറഞ്ഞു കേട്ട ഒരു കാര്യം കൺമുമ്പിൽ കണ്ടതിന്റെ ഞെട്ടലിലായിരുന്നു അവന്. ഇത്രയും നാൾ തിരുമേനി പറഞ്ഞ നാഗത്രയും കഥകളും എല്ലാം വിശ്വസിക്കാതിരുന്ന രണ്ടാൾക്കും എല്ലാം വിശ്വസിക്കാൻ ആ ഒരു കാഴ്ച മാത്രം മതിയായിരുന്നു. രണ്ടാളും കുറച്ചുനേരം അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. ആ കുഞ്ഞു നാഗം കുറച്ചുനേരം അവരെ നോക്കി നിന്നതിന് ശേഷം തന്റെ തലയൊന്ന് അവർക്ക് നേരെ കുനിച്ചു വണങ്ങി. തങ്ങളെ അനുഗ്രഹിക്കുന്നതാണെന്ന് അവർക്ക് തോന്നി. പിന്നെ അത് തിരിഞ്ഞ് വന്നിടത്തേക്ക് തന്നെ ഇഴഞ്ഞു പോകുന്നത് കണ്ടു. നറ്റുവിന് താൻ മുമ്പ് ഇതുപോലെ വന്ന് പ്രാർത്ഥിച്ചതുപോലെയുള്ള ഒരു തോന്നലായിരുന്നു. ശിവ, ഇവിടെയൊക്കെ എനിക്ക് പരിചയമുള്ളതുപോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ ഒരു തോന്നൽ. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണെങ്കിലും ഞാൻ ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല. എന്നിട്ടും ഈ ഒരു സ്ഥലം അറിയാവുന്നത് പോലെ ഒരു തോന്നൽ. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം കുറെ സമയം അവിടെ തന്നെ എല്ലാവരും കൂടി ഇരുന്നു. എല്ലാവരോടും പറഞ്ഞാൽ തങ്ങൾ കണ്ടത് വിശ്വസിക്കുമോ എന്നുള്ള സംശയം രണ്ടാൾക്കും ഉണ്ടായിരുന്നു. അച്ചു അജുവിന്റെ ചുമലിൽ ചാരിയിരുന്നു. പപ്പ, വി സൈ എ ലിറ്റിൽ സ്നേക്ക് നിയർ ദ ലാമ്പ്. എന്താ മോളിപ്പോ പറഞ്ഞത്? ഞങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ സൗണ്ട് കേട്ട് നോക്കിയതാണ്. അപ്പോഴാ കണ്ടത്. എല്ലാം നല്ല രീതിയിലായല്ലോ. നിങ്ങളുടെ അനുഗ്രഹം ഇവർക്ക് എന്നും ഉണ്ടാവണേ നാഗത്താന്മാരെ. തിരുമേനിയുടെ പ്രാർത്ഥന കേട്ട് എല്ലാവരും അദ്ദേഹത്തെ നോക്കി. ഇനി ഒരു പേടിയും വേണ്ട പത്മനാഭ, നാഗങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ വരില്ലല്ലോ. പിന്നീട് എല്ലാവരും കൂടി തറവാട്ടിലേക്ക് മടങ്ങി. തിരിഞ്ഞു നടക്കുമ്പോൾ ശിവയും നച്ചു ഒന്നിച്ചു പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ഇതേ വേഷത്തിൽ തങ്ങളെപ്പോലെയുള്ള ഒരു യുവാവും അവിടെ തങ്ങളുടെ പ്രണയം പങ്കുവെക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. അതോർത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ രണ്ടാളും പരസ്പരം നോക്കി. ഞാൻ വന്ന കാര്യങ്ങളെല്ലാം ശുഭമായി തീർന്നിരിക്കുന്നു. ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ മടങ്ങാം. തിരുമേനി ഇന്ന് തന്നെ പോണോ? വേണം. ഇപ്പൊ തന്നെ കുറെ ദിവസങ്ങളായില്ലേ ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി. നന്ദിയുണ്ട് ഒരുപാട്, എല്ലാത്തിനും കൂടെ നിന്നതിന്. ഞാനല്ലേ പത്മനാഭ തന്നോട് നന്ദി പറയേണ്ടത്, ഇങ്ങനെ ഒരു സൽക്രമം ചെയ്യാൻ എനിക്ക് അവസരം തന്നതിന്. നക്ഷത്ര, ശിവ, രണ്ടാളും ഒന്നുങ്ങി വരൂ. രണ്ടാളും വന്ന് തിരുമേനിയുടെ അടുത്ത് നിന്നു. ഇപ്പൊ വിശ്വാസമായോ രണ്ടാൾക്കും? എത്രയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാലും ചില മോശം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിന്റെ പേരിൽ ഒരിക്കലും ബാക്കിയുള്ള ജീവിതം നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ശിവയ്ക്ക് മനസ്സിലായല്ലോ? നക്ഷത്ര, ചില പ്രണയങ്ങൾ നമ്മെ തേടി ജന്മാന്തരങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് വരുന്നതാണ്. സോ വിട്ടുകളഞ്ഞാൽ പിന്നീട് ആഗ്രഹിക്കുമ്പോൾ തിരികെ ലഭിച്ചു എന്ന് വരില്ല. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ ക്ഷമിക്കുക എന്ന് എനിക്ക് മോളോട് പറയാനുള്ളൂ. തിരുമേനി പോയി കഴിഞ്ഞ ശിവ ആലോചിക്കുകയായിരുന്നു നച്ചുവിനോട് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച്. ആരുടെ തെറ്റ് ക്ഷമിക്കാനാവും തിരുമേനി നച്ചുവിനോട് പറഞ്ഞത്? അവളോട് തന്നെ ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അവളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയാണെന്ന് തോന്നും. എല്ലാ കാര്യങ്ങളും നാളെ തന്നെ നച്ചുവിനോട് സംസാരിക്കണം. നച്ചു, നീ എന്താ ആലോചിക്കുന്നത്? തിരുമേനി പോകുമ്പോ പറഞ്ഞതിനെ കുറിച്ച് ആജു. ശിവയുടെ കാര്യം ആയിരിക്കില്ലേ അദ്ദേഹം പറഞ്ഞത്? നിനക്ക് ശിവയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടാകും. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രാത്രിയായി ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദ പറഞ്ഞത് കേട്ട് എല്ലാവരും സംസാരിക്കുന്നത് നിർത്തി. എന്താ നന്ദ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഞങ്ങൾ തിരിച്ചു പോയാലോ എന്ന് വിചാരിക്കുന്നു. എന്താ ഇത്ര തിരക്ക്? കുറെ കാലം കൂടിയല്ലേ വന്നത്? കുറച്ച് നാൾ കൂടി ഇവിടെ നിന്നൂടെ? ഇപ്പൊ തന്നെ വന്നിട്ട് കുറെ ആയില്ലേ അച്ഛാ. വാസു സീതയും അവിടെ ഉള്ളപ്പോ വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. ഇവരാണെങ്കിൽ വന്നിട്ട് വീട്ടിൽ പോലും പോകാതെ ഇങ്ങോട്ടാണ് വന്നത്. ഇവര് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും കണ്ടിട്ട് കുറച്ചു ദിവസം അവരുടെ കൂടെ താമസിച്ചിട്ട് വരട്ടെ എന്ന് കരുതി കൂടിയാണ് ഞാനും നാൻസിയും പോകാന്ന് പറഞ്ഞത്. അപ്പൊ മോളോ? അവളെന്തായാലും അജുവിന്റെ കൂടെ വരും. എങ്കിൽ പിന്നെ നീ പറഞ്ഞ പോലെ ചെയ്തു. അവർക്കും കാണില്ലേ ഇവരെയൊക്കെ കാണാൻ ആഗ്രഹം. എല്ലാം കേട്ടു നിൽക്കുമ്പോഴും എന്ത് ചെയ്യണമെന്ന് ശിവയ്ക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. നച്ചു ഇപ്പൊ പോയാൽ പിന്നീട് ഇങ്ങോട്ട് വരുമെന്ന് പോലും ഉറപ്പില്ല. താൻ പറഞ്ഞതിന് അവൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടുമില്ല. തനിക്ക് പറയാനുള്ളത് എല്ലാം അവളോട് പറയാൻ ഒരു ചാൻസ് പോലും ഇനി കിട്ടില്ലേ എന്ന് കരുതി അവന് ചെറുതായി ടെൻഷനുമുണ്ട്. ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ വാസു? അതിന് നിങ്ങളെല്ലാവരും ആലോചിച്ചൊരു മറുപടി തന്നാൽ മതി. അച്ഛന്റെ സംസാരം കേട്ടപ്പോ തന്നെ നച്ചുവിനും അജുവിനും അപ്പുവിന്റെ കാര്യമാണെന്ന് മനസ്സിലായി. എന്റെ മോന് ഇവിടുത്തെ കുട്ടി അപർണയെ ഇഷ്ടമാണ്. അവൻ അവളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോൾ ഒന്നും മറുപടി പറഞ്ഞില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും നാളെ എന്റെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. സോ പിന്നീട് എപ്പോഴാണ് ഇത് പറയാൻ ഒരവസരം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഇപ്പൊ തന്നെ പറയാന്ന് പറഞ്ഞത്. എല്ലാവരും ഇത് കേട്ടപ്പോ ഒന്നും മിണ്ടാതെ അപ്പുവിനെ നോക്കി. അവളാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള നിഷ്കു എക്സ്പ്രഷൻ ഇട്ട് ഇരിപ്പുണ്ട്. ഇപ്പൊ തന്നെ അഭിപ്രായം ഒന്നും പറയണ്ട. ഞാൻ മോൻ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. ആലോചിച്ച് പിന്നീട് പറഞ്ഞാ മതി. വസുവിനൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അപ്പുവിന്റെ അച്ഛൻ ചന്ദ്രകുമാർ ഒന്ന് ചിരിച്ചു. ടെൻഷൻ അടിച്ചിരുന്ന എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു. ഓ, ഞാനൊന്ന് ചെറുതായിട്ട് പേടിച്ചു അജു അങ്കിളിന്റെ സംസാരം കേട്ട്.
ഞാനാണെങ്കിൽ ടെൻഷനായിട്ട് ബോധം വല്ലതും പോകുമെന്ന് പോലും തോന്നി. അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇവിടെ പറയുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇനി മോളുടെ തീരുമാനമാണ് അറിയേണ്ടത്. അത് മോൾ തന്നെ പറയേണ്ടവരോട് പറഞ്ഞാൽ മതി, അല്ലേ അജു? വാസുവിന്റെ ഈ ഡയലോഗ് കേട്ട് എല്ലാവരും അജുവിനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചു. പിന്നെ എല്ലാവരും അവരുടെ മുറികളിലേക്ക് പോയി.